ഹലോ ഫ്രണ്ട്സ്, ഇന്ന് റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. ഇതൊരു സെറ്റായിട്ടാട്ടോ ഇങ്ങനെ കിട്ടുന്നത്. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, എന്തൊക്കെയുണ്ട് തുറന്നു നോക്കിയില്ല. ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കി നോക്കാം. ഓക്കെ, കമോൺ. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഉണ്ട്, അത് നന്നാക്കി വെക്കാം. ഇത് നോക്കി ഈ കിറ്റിനകത്തുള്ള സാധനങ്ങളാട്ടോ. ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് ഒരു ബിരിയാണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തന്നെ ഇതിനകത്തുണ്ട്. വേറെ അങ്ങനെ പുറത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല, ഒറ്റ കിറ്റായിട്ട് മേടിച്ചാൽ മതി. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഞാനല്ല കേട്ടോ, ചേച്ചിയാണ്. ചേച്ചി ഉണ്ണീനെയൊക്കെ കുളിപ്പിച്ച് ചേച്ചി വരുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോഴത്തേന് ഞാൻ സവാളയെല്ലാം നന്നാക്കി എല്ലാം സെറ്റാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലോ. എനിക്ക് ബിരിയാണിയൊന്നും ഉണ്ടാക്കാൻ അത്ര നല്ല ബിരിയാണിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ചേച്ചിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. ചേച്ചി നന്നായിട്ട് ഉണ്ടാക്കും. ഇങ്ങനെ ഞാൻ ആലോചിക്കുകയാണേ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഗീവ് അവേ ഇട്ടില്ലേ, ഇതുപോലത്തെ ഒരു കിറ്റ് മേടിച്ച് കൊടുത്താലോ എന്നിങ്ങനെ ആലോചിക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാവർക്കും യൂസ്ഫുൾ അല്ലേ, ഉപകാരമല്ലേ. പിന്നെ ബിരിയാണിയൊന്നും ഉണ്ടാക്കാൻ ഒട്ടും അറിയത്തില്ലാത്തവർക്ക് ചിലപ്പം സീനല്ലേ, വേണ്ട അല്ലേ. എന്തായിരിക്കും, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു കിറ്റ് മേടിച്ച് കൊടുത്താലോ എന്നിങ്ങനെ നോക്കാം. ധൈര്യമായിട്ട് ചേച്ചി വരുമ്പോഴത്തേന് വേഗം അരിഞ്ഞു വെക്കണം. എൻ്റെ വലിയ ഇനി മാഗ്നറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വെച്ചിട്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെന്താ, ഇത്രയും സാധനങ്ങൾ. ഇനി ഇതെല്ലാം കൂടെ മാഗ്നറ്റ് ചെയ്ത് വെക്കാൻ പോവാട്ടോ. നന്നായിട്ട് ഇളക്കി പൊത്തി വാരി ഇങ്ങനെ മാഗ്നറ്റ് ചെയ്ത് നമ്മൾ എത്ര നേരം വെക്കണം ചേച്ചി? ഒരു 10-20 മിനിറ്റ് വെക്കണം. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് കരിയാമ്പൂ, പട്ട, ഏലക്കായ, അതായത് എല്ലാ കിറ്റിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അതിനകത്തോട്ടിട്ടു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, വെള്ളം തിളപ്പിക്കാനിട്ടു. ഇത്രേ ഉള്ളൂ. തൊട്ട് നെയ്യും സാധനങ്ങളും, പിന്നെ ആ പാക്കറ്റിൽ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ ഞങ്ങൾ ഈ പൊട്ടിച്ചൊഴിക്കണത്. പാക്കറ്റ് ഞങ്ങൾ എവിടുന്നാണ് മേടിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഡാൽഡയും പിന്നെ നെയ്യാട്ടോ ഇതിനകത്തോട്ട് ഒഴിച്ചേക്കണേ. എന്നിട്ട് സവാള ഇടുന്നു, സവാള വഴറ്റുന്നു, നന്നായിട്ട് വഴറ്റിയിട്ട് ഫ്രൈ ആക്കി എടുക്കും. ചേച്ചീൻ്റെ സ്വന്തം കണ്ടുപിടുത്തം, ഫ്രൈ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടോ. പഞ്ചസാര ഇടുന്നു. ഇത് സ്വന്തമായിട്ട് ചേച്ചീൻ്റെ കണ്ടുപിടുത്തം കേട്ടോ. എല്ലാവരും പരീക്ഷിച്ച് നോക്കൂ. ഇതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇതുപോലെ എന്താക്കണം, വാട്ടിയെടുക്കണം, വറുത്ത് കോരണം. ഇതിനകത്തോട്ട് തക്കാളി, സവാള, പിന്നെ കരിയാപ്പല എല്ലാം കൂടി ഇട്ട് വഴറ്റുകയാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുന്നു എന്ന് കേട്ട പാടെ നാത്തുണ്ടാണ്ട് എത്തി. മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഒക്കെ ഇടുക. പച്ചമണം പോയിട്ട് കുറച്ച് തൈര് ചേർക്കണം. അത്രേ ഉള്ളല്ലേ. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി വാരി പൊത്തി വെക്കണേ. റൈസ് കുറച്ച് വെന്ത് പോയെന്നുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം സെറ്റാ. സെറ്റ് ബിരിയാണി സെറ്റായപ്പോഴത്തേന് ചേട്ടായി പോയിട്ട് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇലയൊക്കെ ഇട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചൊരു വൈബല്ലേ. അങ്ങനെ ഇലയൊക്കെ ഇട്ട് ബിരിയാണി ചെമ്പ് കൊട്ടാൻ പോവാണ്. കൊട്ടി ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ. സെറ്റ് ബിരിയാണി, നല്ല ബിരിയാണി ആയിരുന്നു. അങ്ങനെ ബിരിയാണി ഒന്നും അത്ര രീതിക്ക് ഉണ്ടാക്കാനൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്കെന്ന് വെച്ചാൽ ചേച്ചിക്ക് നന്നായിട്ട് അറിയാൻ തോന്നും കേട്ടോ. പക്ഷേ ഈ കിറ്റ് ഒരുപാട് ഹെൽപ്ഫുൾ ആട്ടോ, നല്ല സെറ്റ് കിറ്റാണ് ഇത്. ഞങ്ങൾ സാധാരണ പലചരക്കടയിലൊക്കെ കിട്ടും തോന്നി, ഈ മാർജിൻ ഫ്രീ പോലത്തെ സ്ഥലമില്ലേ, അവിടെയൊക്കെ കിട്ടും തോന്നുന്നു ബിരിയാണി കിറ്റ്. എന്തായാലും ചേച്ചീൻ്റെ ബിരിയാണി സെറ്റായിരുന്നു കേട്ടോ. ഇല പോലും വെറുതെ വിടുന്നില്ല, വടിച്ച് നാക്കുക. സെറ്റായിരുന്നു ബിരിയാണി, സൂപ്പറാ. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടായി?